What's up, Chelsea fans, football fans? Welcome back to Chelsea Current channel. Chelsea vs Brentford. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മാച്ചപ്പാണ്. കാരണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കണ്ടീഷൻസ് അപ്ലൈ. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു പ്രഡിക്ഷൻ ബേസ്ഡ് ഓൺ ഫോം, കറന്റ് സിറ്റുവേഷനൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ലിവർപൂൾ വേഴ്സസ് ഫുൾഹാം ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. റോബർട്ട്സൺ റെഡ് കാർഡ് മേടിച്ചിട്ട് പോവും ആൻഡ് ദെൻ ദി ഗെയിം വുഡ് സ്റ്റിൽ എൻഡ് അപ്പ് ഇൻ എ ഡ്രോ. ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ബ്രെൻഫോർഡ് മൈറ്റ് എൻഡ് അപ്പ് വിന്നിങ് ദ ഗെയിം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഫോമും വെച്ചിട്ടാണ് നമുക്ക് ഗെയിം വിലയിരുത്താൻ പറ്റുന്നത്. ബ്രെൻഫോർഡിന്റെ സിറ്റുവേഷൻ ഭയങ്കര രസകരമാണ്. കാരണം അവര് കട്ടയ്ക്ക് നമ്മളെക്കാട്ടിലും നമ്മളോടൊപ്പം തന്നെ കട്ടയ്ക്ക് ഗോൾസ് അടിച്ച് നിൽക്കുന്ന ഒരു ടീമാണ്. യൂറോപ്പിൽ തന്നെ ട്രെമൻഡസ് ഫോം. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, അവർക്ക് എല്ലാ ഫോമും അവരുടെ ഹോമിലാന്നുള്ളതാണ്. അവര് 8 മത്സരങ്ങൾ ഹോമിൽ കളിച്ചതിൽ 7 മത്സരങ്ങൾ ജയിച്ചു, 1 ഡ്രോ, 0 തോൽവി. കറക്റ്റാണ്, 0 തോൽവി. അവരുടെ ഹോമിൽ അവർ തോറ്റിട്ടില്ല ഈ സീസണിൽ. നേരെ മറിച്ച് എവേലാണ് വൻ കോമഡി. 7 മത്സരങ്ങൾ കളിച്ചു, 0 ജയം, 1 ഡ്രോ, 6 തോൽവി. അതായത് ഹോമിൽ 7-1-0, എവേല് 0-1-6. 6 എന്ന് പറയുന്നത് തോൽവി. നമ്മുടെ കൂടെ നമുക്ക് അവരെ പൊട്ടിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവരുടെ ഹോം ആൻഡ് എവേ സെയിം ആയിരിക്കും. 7-1-0, 0-1-7 ആവുന്നുള്ളതേ ഉള്ളൂ. അതിന് ചെൽസിക്ക് സുവർണമായിട്ടുള്ള ഒരു അവസരം. പക്ഷെ വേറൊരു ട്വിസ്റ്റ്, ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രെൻഫോർഡ് ചെൽസിക്കെതിരെ എവേല് അവർ പൊതുവെ കഴിഞ്ഞ സീസണിൽ നല്ലോണം കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കളി 2-2 ഡ്രോ, അത് അവരുടെ ഹോമില്. പിന്നെ 2 മത്സരവും നമ്മുടെ ഹോമിൽ വെച്ചിട്ട് അവർ 2-0 നമ്മളെ തോപ്പിച്ച ടീമാണ്. അതിന് മുന്നേ ഒരു 4-1 എന്തോ ഒരു സ്കോർ ലൈനിൽ അവർ നമ്മളെ തോപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസി എന്ന് പറയുന്നത് അവർക്കൊരു അങ്ങനെ ഒരു ടഫായിട്ടുള്ള ഒരു ഫിക്സ്ചർ ആയിട്ട് തോമസ് ഫ്രാങ്കിന് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല റീസെന്റ് ഹിസ്റ്ററി നോക്കിയിട്ട്. അപ്പൊ അത് തന്നെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. പിന്നെ തന്റെ എവേ ഫോം ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിരിക്കും. എവേലെന്തോ അവർ 5 ഗോൾ എന്തോ അടിച്ചിട്ടുള്ളൂ എവേൽ ഇതുവരെ ഈ സീസൺ മൊത്തം. അവർ ഗോൾസ് ഒരുപാടാണെന്നുണ്ടെങ്കിൽ കൺസീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രെൻഫോർഡ് എവേ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗത്ത് ആംപ്ടന്റെ ഒരു സിറ്റുവേഷനും, ബ്രെൻഫോർഡ് ഹോം അവരൊരു ലിവർപൂൾ പോലെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ലൊരു അവസരമാണ്. നമ്മൾ കട്ടയ്ക്ക് നിൽക്കുന്ന ഫോമാണ്. ഈ ഒരു സീസൺ ഫിക്സ്ചറിൽ, അതായത് ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ളതിൽ ഒരു ചെറിയൊരു ഹമ്പ് ചെൽസിനെ സംബന്ധിച്ചുണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രെൻഫോർഡ് ആണ്. ആൻഡ് പിന്നെ ലിവർപൂൾ ഡ്രോ പിടിച്ചു, ആർസണൽ ഡ്രോ പിടിച്ചു. ആർസണലായിട്ട് 4 പോയിന്റ് മുന്നേറി നിൽക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. ഞാൻ ടൈറ്റിൽ ചാലഞ്ച് ഞാൻ പിടികൂടുന്നില്ല. കാരണം ഒരു 25 മത്സരം ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ ഒരു ഗ്യാപ്പ് ലിവർപൂളായിട്ട് എത്രത്തോളം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും വെദർ വി ആർ ദെയർ ഇൻ ദ ടൈറ്റിൽ ചാലഞ്ച്. അതുവരെ നമ്മൾ സത്യം പറഞ്ഞാൽ ടോപ്പ് 3 സ്ഥാനം മുറുക്കുക എന്നുള്ളതാണ്. ആൻഡ് ആർസണലായിട്ട് ഒരു പോയിന്റ് ഗ്യാപ്പ് വെക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ടോപ്പ് 3 സ്ഥാനം മുറുക്കി പിടിക്കാം. അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് നമുക്ക് ഉറപ്പിക്കാം എന്നുള്ളൊരു മെന്റൽ സ്റ്റേറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ ഈ സീസൺ ഈ ഒരു സ്റ്റാർട്ട് അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് വെച്ച് നോക്കാൻ നേരത്ത്. ആൻഡ് ചെൽസിയെ സംബന്ധിച്ച് വെസ്ലി ഫൊഫാന ഔട്ട് ഇൻജേർഡ്, റീസ് ജെയിംസ് ഇസ് ഔട്ട് ഇൻജേർഡ്, പെഡ്രോ നെറ്റോ സസ്പെൻഡഡ് ആണ് ഈ ഒരു മത്സരത്തിൽ. ആൻഡ് ജാക്സനും റോബർട്ട് സാഞ്ചസിനും ഇനി ഒരു യെല്ലോ കാർഡും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവരിനി അടുത്ത മത്സരത്തിൽ സസ്പെൻഡഡ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അവർ 4 യെല്ലോസിൽ എന്തോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ലൈനപ്പിൽ സത്യം പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ മിക്കവരും കൈസഡോ എനിക്ക് തോന്നുന്നില്ല റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്നുള്ളത്. അത് മിക്കവാറും ഗുസ്തോ തന്നെയായിരിക്കും. ബാദേശേൽ കോൾവിൽ. പക്ഷെ ബാദേശേൽ കോൾവിലിനെ എവിടെ കളിപ്പിക്കുന്നുള്ളതാണ്. ടോട്ടനമെതിരെ ബാദേശേലിനെ റൈറ്റിലും കോൾവിലിനെ ലെഫ്റ്റിലും കളിപ്പിച്ചു. സെക്കൻഡ് ഹാഫിൽ കോൾവിലിനെ റൈറ്റിലും ബാദേശേലിനെ ലെഫ്റ്റിലും കളിച്ചു. ഞാൻ ബാദേശേൽ ലെഫ്റ്റിലാണ് ഏറ്റവും കംഫർട്ടബിൾ. അവൻ ലെഫ്റ്റ് സൈഡ് സെന്റർ ബാക്ക് ആയിട്ട് കളിക്കുമ്പോഴത്തേക്കും ഹി ലുക്സ് പ്രൈം, ഒരു ടോപ്പ് ക്ലാസ് ഡിഫൻഡർ. നേരെ മറിച്ച് റൈറ്റ് സൈഡ് സെന്റർ ബാക്ക് കളിക്കുമ്പോഴത്തേക്കും അവൻ ഭയങ്കര സ്കേർഡ് ആയിട്ട് കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം അവൻ ആ കോൺഫിഡൻസ് ഇല്ല എന്ന് തോന്നുന്നു അവന്റെ റൈറ്റ് ഫുട്ടിൽ. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെയല്ല, ഹി പ്ലേസ് റിയലി കോൺഫിഡൻറ്റ്. പിന്നെ അപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡ് സെന്റർ ബാക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ കുക്കുറയെ കളിക്കാൻ പോകുന്ന അഡ്വാൻസ് ഇൻവേർട്ടഡ് നമ്പർ 10 ആയിട്ടാണോ അത് എൻസോ ആണോ നമ്പർ 10 ആയിട്ട് കളിക്കാൻ പോകുന്നത്? കുക്കുറയെ ഇൻവേർട്ട് ഇൻ ടു ദ മിഡ്ഫീൽഡ്. ദീസ് ആർ ടാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കളിയിലെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ സാൻചോ, പിന്നെ പെഡ്രോ നെറ്റോ, പിന്നെ നമ്മുടെ നോണി മാഡോക്കെ ആയിരിക്കും എന്നാലും സ്റ്റാർട്ട് ചെയ്യുക, ബിക്കോസ് നെറ്റോ ആണ് അവൈലബിൾ. ജാക്സൺ, പിന്നെ ഫെലിക്സ്, എൻകുങ്കു, മുഡ്രിക് ഇപ്പോഴും സ്റ്റിൽ ഇൽനെസ് ആണ്. അതുകൊണ്ട് മുഡ്രിക് ഇപ്പോഴും അവൈലബിൾ അല്ല. ഇനി അവൻ തിരിച്ചു വന്നിട്ട് വേണം അവന്റെയും കൂടെ ഒന്ന് ഫോം ഒക്കെ ഒന്ന് ശരിയായി ഉഷാറായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു
എനിക്ക് തോന്നുന്നു നമ്മൾ ഹോമിൽ കളിക്കുന്നതുകൊണ്ട് വി ഷുഡ് ഹാവ് എ സോളിഡ് പെർഫോമൻസ്. നമ്മൾ നല്ലോണം പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ടീമാണ്. ടോട്ടനമിനെതിരെ നമ്മൾ നല്ലോണം പൊസിഷൻ വെച്ചിട്ടാണ് കളിച്ചത്. അപ്പോൾ ബ്രെൻഫോർഡിനെതിരെ നമ്മൾ നല്ലോണം പൊസിഷൻ വെച്ച് കളിക്കും എന്നുള്ളതിൽ എനിക്കൊരു സംശയമൊന്നുമില്ല. ഒരു ഡോമിനേറ്റിംഗ് സ്റ്റൈൽ ഓഫ് പ്ലേ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുന്നു. ഒരു 58 to 60% എന്താ പറയുന്നത്, ഒരു പൊസിഷൻ വെച്ച് കളിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ബ്രെൻഫോർഡ് നമുക്ക് ഒട്ടും തന്നെ ഈസി ആയിട്ട് കാണാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവന്മാർ എവിടെ നിന്ന് എങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു ലോങ് ബോൾ ഒക്കെ ഇട്ട് ഗോൾ അടിച്ച് കളയും. ആൻഡ് അവന്മാരുടെ സ്റ്റാർട്ടിങ് സെറ്റ്, അതായത് സ്റ്റാർട്ടിങ് കിക്ക് ഓഫിൽ നിന്ന് അവന്മാർ ഒരുപാട് ഗോൾ അടിക്കുന്ന ഒരു ടീമാണ്. അപ്പൊ അതും നമ്മൾ കുറച്ച് സൂക്ഷിച്ച് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇൻട്രസ്റ്റിംഗ് ടാക്ടിക്കൽ ബാറ്റിൽ. ഒരു മെറസ്കയുടെ വേറൊരു ചാലഞ്ച് ഈ ഒരു ഹോളിഡേ സീസൺ റണ്ണിൽ അത് കടന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇതുവരെ കണ്ട പെർഫോമൻസസ് ഹാവ് ബീൻ എക്സലന്റ്. പെർഫോമൻസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ മെറസ്ക ഇസ് ഗോണ സെറ്റ് അപ്പ് ദ ടീം. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചൽസിക്കാരൻ.